ഹെബീബ്സ് വെൽക്കം ബാക്ക്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ചാനൽ ഒരുപാട് പൈസ എടുത്ത് ലോക്കറിലേക്ക് വെക്കുന്നതാണ് കാണുന്നത്. ആള് കുറച്ച് റിച്ച് ആണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പം അവിടെ അമ്മയും അവന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് നോക്കി ഭയങ്കര ഫീൽ ചെയ്ത് മുന്നേ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒരു വില്ലേജിലെ എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് ജയിച്ചതിന് കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇപ്പൊ പറയുന്നില്ല. കാന്താര എന്ന് പറയുന്ന മൂവിയില് ഈ ഫോറസ്റ്റ് താമസിക്കുന്ന ആൾക്കാരെ മുദ്രപത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഒഴിപ്പിക്കാൻ നോക്കല്ലോ, ഏകദേശം അതേപോലെ എന്തോ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അവർക്ക് അവരുടെ വീട് വിട്ടു പോകണ്ട, അതിന്റെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കാണ്. അവിടുത്തെ ഒരു തലവൻ പോലെയുള്ള ആള് ചാനിന്റെ അടുത്ത് നിന്ന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ചാനിന്റെ അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നു. അവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അമ്മ നിൽക്കുന്നത്. പിന്നെ ആലോചിക്കുന്നത് ഇവൻ എപ്പോഴും ഓർക്കുന്ന ആരോ വെടി വെക്കുന്നതിനെ കൂട്ട ഒരു സീൻ ഉണ്ടല്ലോ, അതാണ് പിന്നെ കാണിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര ഫീൽ ചെയ്ത് നമ്മുടെ ചക്ക നിൽക്കുവാണ്. ഇവിടെ താൻതായാണെങ്കിൽ ആ പാവ കിട്ടാഞ്ഞിട്ട് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവൻ പറഞ്ഞുവിടുന്ന ആൾക്കാർ പറയുന്നത് ഇനി ഈ കാര്യം നോക്കണ്ടെന്നാണ് തത്തേപ്പ് പറഞ്ഞതെന്ന്. അക്കാര്യം തത്തേപ്പ് എന്നെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു പോലും. ഇതും കൂടെ കേട്ട് ഇവനങ്ങ് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ്. ആ സമയത്ത് ബോഡി ഗാർഡാണ് അവരുടെ അടുത്ത് നൈസായിട്ട് അവിടുന്ന് വലിഞ്ഞോളാൻ പറയുന്നത്. അവര് പോകുമ്പം നിക്കടാന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് ഒച്ചെടുക്കുമ്പം ഇവനെയും നിയന്ത്രിക്കുന്നത് ബോഡി ഗാർഡാണ്. അച്ഛൻ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ആ ഡോളോ എല്ലാം അവരെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും കഥ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇവിടെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് മുത്തശ്ശീന്റെ അടുത്തേക്ക് ടോണിന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ കൂടെ വരുന്ന ആ ഒരു ലേഡിയും കൂടെ വരുന്നുണ്ട്. ഇവള് ഭയങ്കര സാഡാണെന്ന് അറിയുമ്പം മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുന്നു. ടോണിനെ കുറിച്ചുള്ള നല്ല മെമ്മറീസ് മാത്രം ആലോചിച്ചാൽ മതി, അത് തന്നെയായിരിക്കും അവക്കും വേണ്ടത് എന്ന് പറഞ്ഞു. ടോണിന്റെ സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എടുത്തോളാൻ മുത്തശ്ശി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു ബാഗിന്റെ ഉള്ളില് പപ്പിന്റെ ഒരു ഡോൾ ഉണ്ട്, അതാണ് അവൾ എടുക്കുന്നത്. മിക്കവാറും ഇത് തന്നെ ആയിരിക്കണം താന്തായി അന്വേഷിക്കുന്നതും. ഇവിടെ റോസിന് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് അളവെടുക്കുവാണ്. ഈ അളവ് പറയുന്ന കേട്ടിട്ട് തടി വെച്ചല്ലോന്ന് ഒരു സൗണ്ട് കേൾക്കാണ്. വേറെ ആരാവാനാ? ഓഫ്കോഴ്സ് ചാൻ തന്നെയാണ്. എന്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ അതിക്രമിച്ച് കയറുന്നതിന് എന്താ ശിക്ഷ എന്ന് റോസ്. എന്തൊക്കെയാലും എപ്പോഴും ഞാൻ തന്നെയായിരിക്കും വിജയിക്കാന്ന് ചാനും. ഇവര് പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അന്ന് ചാൻ പറഞ്ഞ ആ ഒരു ഡോള് കിട്ടിയോന്ന് റോസ് ചോദിക്കുന്നുണ്ട്. ചാനാണെങ്കില് ഇന്നലെ ടിന്നെ പറഞ്ഞതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെന്ന് തോന്നുന്നു. അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനില് അമ്മ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യാന്ന്. എടാ അതെങ്ങനെ എനിക്കറിയാനാ, ഞാൻ വല്ല പ്രേതമാണോന്ന് റോസ്. ഇതിനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ചൊന്നും പറയത്തില്ലല്ലോ. എന്ത് പറയാനാ, അതെല്ലാം മണ്ടനെയും കൊണ്ടാണ്. തത്തേപ്പിനെ ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് അവൻ എന്റെ വഴിക്ക് വരുന്നില്ലെന്ന് ചാന്. അവൻ അവന്റേതായ കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോ ഇതിൽ നിന്നായിരിക്കും അവന് ഹാപ്പിനെസ് കിട്ടുന്നേന്ന് റോസ് പറയുന്ന സമയത്ത് ഇതാണ് ഹാപ്പിനെസ് എന്നോ? ശരിക്കുള്ള ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണില് ടിങ് 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 എന്ന നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ടാണ്. എന്തിന്റെ? അക്കൗണ്ടില് പൈസ കയറി എന്നുള്ള നോട്ടിഫിക്കേഷൻ. ഇതുപോലെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. പൈസയാണ് നിന്നെ ഹാപ്പി ആക്കുന്നെങ്കിൽ ഇപ്പൊ എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ടിരിക്കുന്നേന്ന് റോസ്. അതൊക്കെ അവൻ കാരണാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഈ ലോകം എത്ര സെൽഫിഷ് ആണ്, എത്ര ക്രൂവലാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നീ അവന്റെ ലോകത്തെ കുറിച്ച്, അവന്റെ തോട്ട്സിനെ കുറിച്ച്, ടിനിനെ കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് റോസ്. അവനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇതുവരേക്കും ഞാൻ തോറ്റിട്ടില്ല എന്നാണ് അതിന് ചാൻ കൊടുക്കുന്ന മറുപടി. പക്ഷെ ഇപ്രാവശ്യം തോക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അത് ചാന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ആരുടെ വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് കാണാലോ. ടൈം ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ ടിന്ന് കരാട്ടെ ക്ലാസിന്റെ സമയത്ത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പുറത്തെന്തോ ഒരു വണ്ടി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ടിന്ന് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പം പിള്ളേരൊക്കെ ഐസ്ക്രീം തിന്നോണ്ടിരിക്കാണ്. ചോദിക്കുമ്പം പുറത്തൊരു അങ്കിള് തന്നെയാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലല്ലോ. പതറിയടിച്ച് പോയി നോക്കുമ്പം അവിടെ ഒരു ട്രക്കിന്റെ ഉള്ളില് നമ്മുടെ ചാനുണ്ട്. നീ എന്താ എവിടെയെന്ന് ടിന്നു വന്ന് ചോദിക്കുമ്പം മുത്തശ്ശി എന്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ പിള്ളേര് ടോണിന്റെ അടുത്ത് ക്ലോസ് ആണെന്ന്. അത്രയും പറയുമ്പോഴേക്കും ഒരു കൊച്ചു വന്നിട്ട് ഐസ്ക്രീം ചോദിക്കാണ്. അതെടുത്ത് കൊടുത്ത് കഴിയുന്ന സമയത്ത് ടിന്നെ പിന്നെയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ പറഞ്ഞത് എന്ന്. മുത്തശ്ശി പറഞ്ഞതോ അതെ ടോണ് ഇവിടുത്തെ പിള്ളേരുടെ അടുത്ത് ക്ലോസ് ആണെന്ന് അറിഞ്ഞല്ലോ. അപ്പം നമ്മൾ അന്വേഷിക്കുന്ന പാവ ഇവരുടെ അടുത്ത് ആരുടെങ്കിലും അടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ചാന് അപ്പോഴേക്കും അടുത്ത് വെച്ച് വരുന്നുണ്ട്. ആ കൊച്ചിന് ഐസ്ക്രീം എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് അകത്തുനിന്ന് പിള്ളേര് ഇങ്ങനെ ഒരു അങ്കിള് പുറത്ത് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെപ്പെടെ പേടിച്ചായി. ഇനിയിപ്പോ വല്ല പിള്ളേരെ പിടുത്തക്കാരുമാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് ടിന്ന് പറയാണ്. പിള്ളേരെ പിടുത്തക്കാരി എന്നുള്ള വാക്ക് പോലും നമ്മുടെ ചാന് വലുതായിട്ട് തോന്നുന്നില്ല. അവന് ഭയങ്കരമായിട്ട് വലുതായിട്ട് തോന്നുന്നത് പിള്ളേര് ഇവനെ അങ്കിള് എന്ന് പറഞ്ഞതാണ്. വിശ്വസിക്കാൻ പറ്റാണ്ട്, ഏറ്റെടുക്കാൻ പറ്റാണ്ട് അങ്കിളോ എന്ന് ചാൻ ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു വന്നിട്ട്
അങ്കിളെ എന്ന് വിളിച്ച് ഒരു മിക്സഡ് ഫ്ലേവറുള്ള ഐസ്ക്രീമിന് പറയാണ്. ദേഷ്യം കാരണം എല്ലാം തീർന്നു എന്ന് ചാന്. ഇല്ല എന്ന് പറഞ്ഞ് ടിന്നാണ് ആ കൊച്ചിനെ എടുത്തു കൊടുക്കുന്നത്. ചാനാണെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് ഞാനൊരു ഹാൻഡ്സ് ആയിട്ടുള്ള പയ്യനാണ്, ഇനി ആരെങ്കിലും എന്നെ അങ്കിള് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഐസ്ക്രീം ഇല്ല. ഓക്കെ എന്ന കൊച്ച് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും പോയി പറയാന്ന് പറയുമ്പോ അതിന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ ജസ്റ്റ് ആയിട്ട് ഒന്ന് അങ്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. കൊച്ചവിടുന്ന് ഓടിപ്പോവാണ്. ചാനാണെങ്കില് ഇനി ഒരുത്തിന് ഐസ്ക്രീം ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഇത് കണ്ടിട്ട് ടിന്നിനാണെങ്കിൽ ചിരിയാണ് ഇരുന്നത്. ടിന്നിങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ട് നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ഭയങ്കര ദേഷ്യത്തിലുള്ള ക്യൂട്ടായിട്ട് ചോദിക്കാണ്. അതിനെക്കാട്ടും ക്യൂട്ടായിട്ട് ടിന്നു ഒരു റിയാക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ടോണിന്റെ അടുത്ത് ഒരു പാവ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ഒരു ചെക്കനാണെങ്കിൽ ചാനെ കളിയാക്കിയിട്ട് പോവാണ്. ചാന നല്ല ദേഷ്യം വരുന്നുണ്ട്. ടിന്നാണ് പിടിച്ചവിടെ ഇരുത്തുന്നത്. അങ്ങനെ അവസാനത്തെ കുട്ടീന്റെ അടുത്ത് ടിന്നാണ് ചോദിക്കുന്നത്, ആ കൊച്ചും കണ്ടിരുന്നു എന്ന് പറയാണ്. ഒരു പപ്പിയാണ് അത് എന്നാണ് പറയുന്നത്. മുത്തശ്ശി കൊടുത്ത ഡോൾസില് പപ്പി ഇല്ലായിരുന്നല്ലോ, അപ്പൊ അതിലെന്തോ കാര്യമുണ്ട് എന്ന് ചാനിന് മനസ്സിലാവുന്നു. ആ ഡോൾ ഇപ്പൊ എവിടെയാണ് എന്ന് ടിന്നെ ചോദിക്കുന്നുണ്ട്. അതെപ്പോഴും ടോണ് കൈ തന്നെ വെക്കും, കാരണം അത് സ്പെഷ്യൽ ആണ് എന്ന് ആ കൊച്ച്. ഇതേറ്റിട്ട് ഇവരും ഭയങ്കര പ്രതീക്ഷയോടെ എങ്ങനെയാ അത് സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് ചോദിക്കാണ്. ആ കൊച്ചാണെങ്കില് ഹലോ വൂ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കും, പിന്നെ ലൈറ്റ്സ് എത്തുന്നൊക്കെയാണ് പറയുന്നത്. ചാന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ക്ഷമ പരീക്ഷിക്കാണല്ലോടെ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടാണ് ഇരിക്കുന്നത്. വിട്ടാ കൊച്ചിനെ തല്ലുന്നാണ് തോന്നുന്നത്. ടിന്നാടേടാ അത് കൊച്ചാണ് എന്ന് പറഞ്ഞ് കൊച്ചിനെ അവിടെ എണീപ്പിച്ചിടുന്നത്. ചാന്റെ കാര്യം പറയാനും പറ്റത്തില്ല, കൊച്ചാണെന്നൊന്നും നോക്കലുണ്ടാവൂല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ക്ലൂവും കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിക്കാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോളി കേസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ടിന്നെ ചോദിക്കുന്ന സമയത്ത് ഇതിനൊക്കെ എനിക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ ഈ പിള്ളേരുടെ കൂടെയൊക്കെ കഴിയുന്നത്? ഇതിങ്ങളൊന്നും കൊച്ചുങ്ങളല്ല, കുട്ടി മോൺസ്റ്റേഴ്സ് ആണ്. പറഞ്ഞാലും കേൾക്കൂല, കൺട്രോൾ ചെയ്യാനും പറ്റൂല. ഓ കുട്ടി പിശാചിക്കളെന്ന് ചാൻ പറയുന്ന സമയത്ത് ടിന്നാണെങ്കിൽ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാണ്. എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ചാൻ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് നീ ഇതേപോലെ തന്നെയാണ് എന്ന് പറയാണ്. നീ എന്താ പറയുന്നത് ഞാനും കൊച്ചാണെന്നോ? ഇതാ നോക്ക്, ഞാൻ നിന്നെക്കാട്ടും മൂത്തതാണ്, കുറച്ചെങ്കിലും റെസ്പെക്ട് താന്ന് ചാന്. ടിന്നു ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ചോണ്ട് ശരി അങ്കിൾ എന്ന് പറയാണ്. മതിയല്ലോ. അടിക്കാൻ വരുന്ന സമയത്ത് കാമാവ് ടിന്ന്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചാനും ടിന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ടിന്നത് കാണുന്നില്ല. ടിന്നിന്റെ അടുത്ത് പോലീസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കും എന്ന് ചാനും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ചാനും ചാനിന്റെ അസിസ്റ്റന്റും കൂടെ നമ്മുടെ ചെക്കനെ കൂട്ടാൻ വേണ്ടി മുത്തശ്ശിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. ടിന്ന് നല്ല റെഡി ആയിട്ട് ടിപ് ടോപ്പ് ആയിട്ട് നല്ല ചുള്ളൻ ചെക്കനായിട്ട് ഇറങ്ങി വരുവാണ്. ചാനാണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ കുറുകുറേന്ന് നോക്കി നിൽക്കുന്ന കണ്ടിട്ട് അവിടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും കേട്ടു. ഞാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കണ്ടേന്ന് ടിന്ന്. ചാനും ചിരിച്ചോണ്ട് നല്ല ഹാൻഡ്സ് ആയിട്ടുണ്ട്, എന്റെ ഇവിടെ ആയോന്നും പറഞ്ഞ് കൂട്ടിയിട്ടുവാണ്. അകത്തുകൊണ്ടുപോയിട്ട് ടിന്നിന്റെ മുടിയൊക്കെ കൊളവാക്കി ഇട്ടിരുന്ന കോട്ട് ഒരിച്ച് ഇൻസൈഡ് ചെയ്ത് വെച്ചിരുന്നത് അതും നേരെ ഇട്ട് നീ ഭയങ്കര ഹാൻഡ്സ് ആയിട്ടുണ്ട് എന്ന് പറയാണ്. ജലസ് ആയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുകൊണ്ടല്ല, അവിടെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. നീസ് മരിച്ചതിന്റെ വിഷമത്തില് ഭയങ്കരമായിട്ട് ഉടഞ്ഞു നിൽക്കുന്ന ഒരു അങ്കിളിനാണ് വേണ്ടത് എന്നാണ് ചാൻ പറയുന്നത്. ഒരു പെർഫെക്റ്റ് വിക്ടിമിനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ലേഡീനെ അവരുടെ ബോസ് സെക്ഷലി അബ്യൂസ് ചെയ്തു. ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ജനങ്ങളൊക്കെ ആ ലേഡീനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ആ ലേഡി മുന്നേ ഒരുപാട് പേരിലൂടെ കടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബോസിന്റെ അടുത്തും ചെയ്തതാണെന്നൊക്കെയാണ് എതിർകക്ഷി വക്കീല് പറഞ്ഞത്. അങ്ങനെ അവർക്കുണ്ടായിരുന്ന മൊത്തം സപ്പോർട്ടും ബോസിന് കിട്ടും. ആ ലേഡിന്റെ ഡ്രസ്സിങ്ങിനെയും സ്വഭാവത്തെയാണ് എല്ലാരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. വക്കീലും അത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ലേഡിക്ക് ആ ഒരു നീതി കിട്ടിയിട്ടില്ല. ഇത് കേട്ടിട്ട് ടിന്നു പറയുന്നത് ആ ലേഡി ഒരുപാട് പേരുടെ കൂടെ കടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് മോശമാണോ അല്ലയോ എന്നൊന്നും ബാക്കിയുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. അവരുടെ സമ്മതം ഇല്ലാതെ അവരെ സെക്ഷലി ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലേഡിക്ക് നീതി കിട്ടി തന്നെ വേണം. അവരുടെ ഡ്രസ്സിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മളിപ്പോ ഏത് രീതിക്ക് എത്ര പേരുടെ കൂടെ പോയി എന്ന് വെച്ചാലും നമ്മുടെ സമ്മതം ഇല്ലാണ്ട് നമ്മുടെ ദേഹത്ത് തൊടാൻ ആർക്കും അധികാരമില്ല. അതിനെ എത്രത്തോളം ന്യായീകരിച്ചാലും അങ്ങനെ തന്നെയാണ്. അതേപോലെ ആ വക്കീലേത് കണക്കൊക്കെ തന്നെയാണ് ചാനും ചെയ്തത് എന്നാണ് ടിന്നു അറിയുന്നത്. ആ ഒരു അക്കൗണ്ടിന്റെ ആ പൈസ ഇട്ടല്ലോ, ആ ഒരു കാര്യം നിനക്ക് ഇപ്പോഴും അതിന്റെ ദേഷ്യമാണോ എന്ന് ചാന്. ദേഷ്യമൊന്നല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ടിന്ന്. അത് തത്തേപ്പാണ്. അയാള് റിച്ചും പവർഫുള്ളും ആണ്. സോ നമുക്ക് പബ്ലിക്കിന്റെ സപ്പോർട്ട് വേണം. അതിന് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ നിനക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ലെന്ന് ചാന്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ചാന് ഭയങ്കര സ്റ്റൈലായിട്ട് വരുവാണ്. കൂടെ തന്നെ ടിന്നും ഉണ്ട്. ടിന്ന് നല്ല വിഷമത്തില് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വിക്ടിമായിട്ട്
ചാൻ പറഞ്ഞതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന തത്തേപ്പാണെങ്കിൽ ആകെപ്പെടെ ടെൻഷൻ ആവുമ്പം താന്തയാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തിൽ തന്നെയാണ്. അച്ഛൻ എന്തിനാ വെറുതെ അത് കൊടുത്ത് ടെൻഷൻ അടിക്കുന്നത്, ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തത്തേപ്പാണെങ്കിൽ അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ ചാനിന്റെ അടുത്ത് അവന്റെ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് എവിഡൻസ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ പറഞ്ഞത് പ്രശ്നമായാലോ എന്ന്. അതോർത്ത് പേടിക്കുക വേണ്ട. ഇത് കേട്ടിട്ട് അവരെ ടെൻഷൻ ആവും. സോ മിസ്റ്റേക്സ് അവര് സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും എന്നും പറഞ്ഞ് ചിരിക്കുവാണ്. ഇത് കേട്ടിട്ട് അസിസ്റ്റന്റും പവർ എന്നെന്നും പറഞ്ഞുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ലേഡി വന്നിട്ട് തത്തേപ്പ് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അസിസ്റ്റന്റും ചാനും ആണെങ്കിൽ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുവാണ്. അസിസ്റ്റന്റ് പോവാൻ നേരത്തെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലേന്ന്. ഇല്ല ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് ചാന്. നീയൊക്കെ എന്റെ വഴിക്ക് വന്നല്ലേ പറ്റൂ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചാണ് ആള് നിൽക്കുന്നത്. ഇവിടെ തത്തേപ്പും താന്തായാണെങ്കിൽ വെയിറ്റ് ചെയ്ത് തന്നെ എടുത്തു. താന്തായ്ക്കൊക്കെ ആണെങ്കിൽ ഉറക്കം വരെ വരുവാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ സൂക്ഷിച്ച് മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെ ഇരുന്നോ. ഇനിയല്ല ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കളയുന്നു പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചെക്ക വരുന്നത്. വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി, വർക്കിലെ കുറച്ച് ബിസി ആയിരുന്നു എന്ന് ചാന്. ആര്? ചാന് ബിസി. ഇത് തത്തേപ്പിനെ നന്നായിട്ട് തന്നെ അറിയാം. എന്നാലും അവരുടെ കാര്യമാണല്ലോ നടക്കേണ്ടത്. നല്ല രീതിക്കാണ് നിൽക്കുന്നത്. താന്തായാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തില് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കണല്ലോ എന്ന് വിചാരിച്ച് സോറി ചോദിക്കുന്നുണ്ട്. എന്റെ മോന് കുറച്ച് എടുത്താട്ടം കൂടുതലാണ്. പ്രോബ്ലംസ് വയലൻസ് വെച്ച് തീർക്കാനാ ശ്രമിക്കാന്നൊക്കെ തത്തേപ്പ് അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതെ ശരിയാണ്, ഇവനിങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് ഇവന്റെ പ്രോബ്ലംസ് തീർക്കാനല്ലേ സമയമുള്ളൂന്ന് ഇവനെ കുറച്ച് കളിയാക്കിക്കൊണ്ട് എന്നാ നല്ല രീതിക്ക് പറയുവാണ്. എന്തിനധികം ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുപോയി, സോറി എന്നും കൂടെ പറയാണ്. അങ്ങേരമ്മ കലിപ്പിലായിരിക്കും ഇരിക്കുക. എന്നാലും അതൊന്നും സാരമില്ല, നീ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. താന്തയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര കലിപ്പിൽ നിൽക്കുവാണ്. ചാൻ ശ്രദ്ധിക്കുന്നുണ്ട് താന്താന്റെ കഴുത്തില് എന്തോ ഞെരിച്ചണക്ക് ഒരു പാടുള്ളത്. ചാനാണെങ്കിൽ നല്ല രീതിക്ക് പറയുന്ന കണക്ക് അവനെ നന്നായിട്ട് അങ്ങ് ചൊറിയുവാണ്. താത്തായ്ക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വന്നിട്ട് നമ്മുടെ ചെക്കനിട്ട് ഭീഷണിപ്പെടുത്തുവാണ്. നിന്നെ ആർക്കാ പേടി, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ പൊച്ചെടുക്കുന്നു. അങ്ങനെയും സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഭയങ്കര ഉള്ളില് പേടിയുള്ളവരാണ്. നീ എന്താ അതിന് മാത്രം തെറ്റേതേന്ന് കുറച്ച് വില്ലത്തരത്തോടെ ചിരിച്ചോണ്ട് നമ്മുടെ ചെക്കൻ ചോദിക്കാണ്. ആ സമയത്ത് തന്തായി ആലോചിച്ച് നോക്കുന്നുണ്ട്. തത്തേപ്പ് ഇവന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചിട്ടുണ്ടായിരുന്നു വഴക്ക് പറഞ്ഞുകൊണ്ട്. ഇതും ആലോചിച്ചുകൊണ്ടാണ് കുറച്ച് പേടിച്ചണക്കാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലാത്തോണ്ട് തത്തേപ്പിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നു, നമുക്ക് നല്ല ടൈമിൽ പോവാം, ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, നിന്നെ ഇതിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ സഹായിക്കാം എന്നൊക്കെയുള്ള രീതിക്ക് ഇവനെ ഇവരുടെ സൈഡിലേക്ക് നിർത്താൻ നോക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അപ്പോളജി സ്വീകരിക്കാം, പക്ഷെ ഈ ഒരു കേസ് തൊട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്ന് ചാൻ ദേഷ്യം വന്നിട്ട് നീ ഇതിനെ റിഗ്രറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് തത്തേപ്പ് അവിടുന്ന് പോകുന്നത്. അപ്പൊ ചാനാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ, ടിനന്റെ വീട്ടിലേക്ക് താന്തായി എന്തിനാണ് എന്തോ എടുക്കാൻ വേണ്ടിട്ട് ആളെ വിട്ടേന്ന് എനിക്കറിയാം. അതൊരു ഡോളല്ലേ, ആരാണ് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാന്ന് ഭയങ്കര ഗത്തായിട്ട് ചാൻ അവരെ തന്നെ വരട്ടുവാണ്. ഈ സീൻ നല്ല രസമുണ്ട്, ഒരു പവർ സീനാണ്. തത്തേപ്പാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് താന്തായിനെ എടുത്തിട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇറന്ന് വഴക്കുറയുന്നുണ്ട്. ആ ചെറുക്കന്റെ സ്വഭാവം അറിയാലോ, അവനും തിരിച്ചു പറയുന്നുണ്ട്. വെറുതെ പോയിട്ട് ചാനിനെ തോണ്ടിയനാണ് ഈ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ വഴിയൊന്നുമില്ല ഇക്കാര്യത്തിലായതുകൊണ്ട് തത്തേപ്പിന് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ പോയിട്ട് നീയായിട്ട് എന്നെ സറണ്ടർ ആവുന്നതാണ് നല്ലത്. എന്താ നടന്നേന്ന് പറ, നീ ഒരു കുട്ടിയാണ്, കെയർലെസ് ആണെന്നൊക്കെ പോയി പറയാന്ന് ഇങ്ങനെ ഒരുമാതിരി രീതിക്ക് പറയുമ്പം നിങ്ങൾക്ക് എന്താ വട്ടാണോന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് ശരി ഓക്കെ ഞാൻ പോയി പറയാം എല്ലാം പറഞ്ഞേക്കാന്ന് ഒരുമാതിരി ഭീഷണിപ്പെടുത്താണ്. അങ്ങേര് ദേഷ്യം വന്നിട്ട് ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദേഷ്യത്തിൽ ഇവനാണെങ്കിൽ പോയിട്ട് കുറെ സാധനങ്ങള് അടിച്ച് പൊളിച്ചോണ്ടിരിക്കാണ്. ഈ സമയത്ത് ബോഡി ഗാർഡ് വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ടോന്ന്. ഇവിടെ നമ്മള് പാവപ്പെട്ടവരൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പുതപ്പൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ് ചെയ്യുക. പൈസക്കാർക്ക് പിന്നെ എന്താലോ എന്നെ ഇവിടുന്ന് എങ്ങോട്ടേലും കൊണ്ടുപോകും, എനിക്കിവിടെ നിൽക്കാൻ വയ്യെന്ന് താന്തായി പറയുന്നുണ്ട്. തത്തേപ്പ് സമ്മതിക്കത്തില്ലെന്നാണ് ബോഡി ഗാർഡ് പറയുന്നത്. നിങ്ങൾ അച്ഛന്റെ അടുത്ത് നിന്നല്ലേ പൈസ മേടിക്കുന്നത്, സോ അദ്ദേഹം പറയുന്നേ കേൾക്കോളൂ. പക്ഷെ നീ എന്റെ ഭാഗത്താന്നാ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞ് പിന്നെ അവിടെയുള്ള സാധനങ്ങളിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് താന്തായിന്റെ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ബോഡി ഗാർഡിന് നല്ല വിഷമമുണ്ട്. ഇവിടെ നമ്മുടെ മുത്തശ്ശി ഭയങ്കര സ്നേഹത്തോടെ ഒരു പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ടിന്നാണെങ്കിൽ നേരെ നാമിന്റെ ഐഫോണിന്റെ അടുത്തേക്ക് പോയിട്ട് അവന്റെ ജോലി പോയി എന്ന് പറയാണ്. ഇവൻ കരാട്ടെ മാസ്റ്റർ ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ ഓണറിന്റെ അടുത്ത് പോയിട്ട് തത്തേപ്പ് ഭീഷണിപ്പെടുത്തിയെന്ന് തോന്നുന്നു. ടിന്നിനി ആ ജോലിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രശ്നമാണ്.
അതുകൊണ്ട് ഇവൻ അവിടുന്ന് പോകുന്നു. ഒരുമാതിരി ഇങ്ങനെ വൃത്തിയായിട്ട രീതിയൊക്കെ സ്വീകരിക്കുന്നതിന് നാമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇക്കാര്യം എന്തായാലും മുത്തശ്ശി അറിയണ്ടെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കൂലേ. മുത്തശ്ശി അടുത്ത ദിവസം ആ പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വരുന്ന സമയത്ത് ആ പട്ടിയെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. മുത്തശ്ശി പേടിച്ച് നിലവിളിക്കുന്ന കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ടിന്നും ഐഫോണും ഡാമും കൂടെ വരുന്നത്. അവരും ഇത് കണ്ട് ഷോക്കായി പോവാണ്. മുത്തശ്ശി വിഷമിക്കുന്നത് കണ്ടിട്ട് പട്ടീനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്ന് ടിന്ന പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഇവിടെയുള്ള ആർക്കും പട്ടീനോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് ഉറപ്പായിട്ട് അവര് ചെയ്തയാണെന്നുള്ള രീതിക്ക് നാമ പറയുമ്പം ഐഫോണാണ് അവളെ തടഞ്ഞടന്ന് കൂട്ടിയിട്ട് പോകുന്നത്. മുത്തശ്ശീന്റെ അടുത്തും കൂടെ പറഞ്ഞ് മുത്തശ്ശീനെയും കൂടെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയാത്തത്. ടിന്നിത് ഫോട്ടോ എടുത്ത് ചാണിനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശിനെയും ടിന്നിനെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ചാനിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശീന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കർ തരാമെന്നും പറയുന്നു. അതേപോലെ തന്നെ ഭയങ്കര വിഷമത്തില കുറച്ച് ഗിൽറ്റി ആയിട്ട് മിനിഞ്ഞാന്ന് തത്തേപ്പും തന്തായും വന്നിരുന്നു എന്നും അവരുടെ അടുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് കളിച്ചിരുന്നു, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്ന് ചാൻ പറയുമ്പം അവനെ ആശ്വസിപ്പിച്ചോണ്ട് അങ്ങനെയൊന്നല്ല, അവർക്ക് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ടിൻ പറയുന്നത്. ആ ഡോളിന്റെ കാര്യം പറഞ്ഞപ്പം അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ ഹൈഡ് ചെയ്യുന്ന കണക്കാണ് ഉണ്ടായിരുന്നത്. ഉറപ്പായിട്ടും അത് ജസ്റ്റ് ഒരു ആക്സിഡന്റിനെ കാട്ടും എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ചാൻ. അവന്റെ ബിഹേവിയർ ശരിയല്ല, എന്തെങ്കിലും പേടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാ എന്നൊക്കെയുള്ള രീതിക്ക് ചാൻ പറയുന്ന കേട്ടിട്ട് നിനക്കും എന്തോ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ, നീ എന്തോ ഹൈഡ് ചെയ്യുന്നില്ലേന്ന് ടിന്നെ ചോദിക്കാണ്. ആസ് യൂഷ്വൽ ചാൻ അത് ഉഴപ്പിടെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കെന്തോ ഒളിപ്പിക്കാനാണല്ലേന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കാണ്. ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം, ചിലപ്പോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ. ഇനിയിപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കേൾക്കാൻ പറ്റും എന്ന് ടിന്നു പറയാണ്. ഇത് കേട്ടിട്ട് ചാനും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. ചിരിച്ചുകൊണ്ട് തന്നെയാണ് ടിന്നു അവിടെ പോകുന്നത്. നമ്മുടെ പയ്യന്മാരെങ്ങനെ എങ്ങനെ ക്ലോസ് ആയി വരുന്നുണ്ട്. എന്തോ രണ്ടുപേരും ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷം. പക്ഷെ ചിരിച്ചുകൊണ്ടിരുന്ന ചാന്റെ ഫേസ് പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. ആകെപ്പാടെ സാഡായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടോ താന്തായിനെ നമ്മുടെ ബോഡി ഗാർഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു കപ്പിള് എന്നുള്ള നിലയ്ക്ക്. താന്തായിന്റെ സ്വഭാവം ഇങ്ങനെ ആവാനുള്ള കാരണം അവൻ അച്ഛന്റെ അടുത്ത് നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടാത്തോണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ എപ്പോഴാണെങ്കിലും അവന്റെ അടുത്ത് ഒരുമാതിരി ഭയങ്കര റൂഡായിട്ടല്ലേ പെരുമാറാറുള്ളൂ. മിക്കവാറും അതുകൊണ്ടായിരിക്കണം. നോക്കാം. ഇപ്പൊ എന്തായാലും ടിന്നും മുത്തശ്ശിയും പേടിച്ചിട്ടുണ്ടാവും. അവരിത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചോളും. ഇനിയിപ്പൊ അവസാനിപ്പിക്കുന്നില്ലെങ്കില് ഞാൻ ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് താന്തായി നിൽക്കുന്നത്. പക്ഷെ ഇത് വല്ലതും തത്തയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നാണ് ബോഡി ഗാർഡ് പറയുന്നത്. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ അച്ഛൻ അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോ നിനക്ക് പറയണമെന്നാണെങ്കിൽ പോയി പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ടാണ് താന്തായി നിൽക്കുന്നത്. താന്തായിന്റെ അടുത്ത് ബോഡി ഗാർഡ് നിൽക്കുന്നത് വെച്ചിട്ട് ബോഡി ഗാർഡിന് താന്തായിന് ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. ടിന്ന് മുത്തശ്ശീന്റെ അടുത്ത് ട്രാക്കറൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഫോൺ ഇല്ലെങ്കിലും മുത്തശ്ശീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കുള്ള കാര്യം എന്താണെന്ന് മുത്തശ്ശിക്ക് അറിയാം. ആ പട്ടീനെ കൊന്നത് ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും അതേപോലെ തന്നെ പിന്നെ ജോലി പോയ കാര്യം വരെ മുത്തശ്ശിക്കറിയാം. നാമൊന്നും പറഞ്ഞതല്ല, മാർക്കറ്റില് പറയുന്നതായിട്ടാണ്. പിന്നെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഓൾറെഡി തന്നെ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മുത്തശ്ശീനോർത്ത് നീ വിഷമിക്കണ്ട, എന്തായാലും നമ്മൾ ഇതിനെ ഗിവപ്പ് ചെയ്യരുത് എന്ന് മുത്തശ്ശി അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ടിന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ ഇവര് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആരോ ഇവരുടെ വീടിന് തീ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തോ കത്തുന്ന മണം കേട്ടിട്ട് മുത്തശ്ശി എണീക്കുന്നു. അതേപോലെ തന്നെ ടിന്നു എണീക്കുന്നു. പരസ്പരം കണ്ടിട്ട് ഇവര് പുറത്തേക്ക് വരുമ്പം പുറത്ത് നമ്മുടെ ചാന് തീ അണച്ചോണ്ടിരിക്കാണ്. ഈ ചെറുക്കൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുവാടെ ഫുൾ ടൈം CCTVന്റെ മുന്നിലാണോ എന്നാണ് എനിക്ക് തോന്നിയത്. നട്ടപ്പതിരക്ക് വരെ ഇത്രയും പെട്ടെന്ന് എങ്ങനെ എത്തും? ഇവര് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു റിങ് കിട്ടുവാണ്. ആ റിങ് കണ്ടിട്ട് ചാനെന്ന് ചിരിക്കുന്നുണ്ട്. ആ റിങ്ങിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാവുന്നുണ്ടായിരിക്കണം. ഇവിടെ തത്തയിപ്പോ ഒരു വെൽഫെയർ സെന്ററില് പിള്ളേർക്ക് നല്ല ചെയ്യാണെന്നുള്ള രീതിക്ക് എന്തൊക്കെയോ പുറമോടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഒരു കോള് വരുന്നത്. ആകെപ്പാടെ പേടിച്ചണക്കാണ് കാണുന്നത്. അടുത്ത സീനിലൊരു പേപ്പറും കയ്യില് ചുരുട്ടി പിടിച്ചു വരുമ്പം പിന്നെയും കോള് വരുന്നു. ചാനാണ്. എന്താ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചാൻ ചോദിക്കാണ്. ഒരുമാതിരി കളിയാക്കിക്കൊണ്ട്. ഇത് നീയല്ല അയച്ചേന്ന് തത്തയിപ്പോ ചൂടാവുമ്പം താന്തായാണ് ടിന്നിന്റെ വീടിന് തീ വെച്ചത്. ടിന്നിനോ മുത്തശ്ശിക്കോ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫോട്ടോസ് നേരെ നിന്റെ ഓപ്പോണൻസിനായിരിക്കും പോവാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നാല് നിനക്ക് കൊള്ളാന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാണ് ചാൻ കോൾ ഔട്ട് ചെയ്യുന്നത്. തത്തേപ്പാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് കുളിച്ചോണ്ടിരിക്കുന്ന താന്തായിന്റെ അടുത്തേക്ക് വരുവാണ്. ഭയങ്കരമായിട്ട് ചൂടാവുന്നു. തത്തേപ്പ എന്താ പറയുന്നേന്ന് പോലും ഇവനെ മനസ്സിലാവുന്നില്ലെന്നാണ് താന്തായി പറയുന്നത്. ആ മോതിരം എപ്പോഴാ നഷ്ടപ്പെട്ടേന്ന് അറിയത്തോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. കള്ളം പറയുന്നോന്ന് ചോദിച്ച്
ഇങ്ങനാണെങ്കിൽ അവനെ അടിക്കുവാണ്. ചാൻ പാർട്ടിയിലേക്ക് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പാർട്ടിയിലെ മെമ്പേഴ്സ് ഒക്കെ ഇവന്റെ അടുത്ത് ദേഷ്യത്തിലാണ്, ലീഡേഴ്സ്. ഇപ്പൊ തത്തയ്പ്പിനാണെങ്കിൽ അവന്റെ സീറ്റ് നഷ്ടപ്പെടാൻ പോലുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊന്ന് നിർത്തുമെന്നും ചോദിച്ച്. ഈ ചെറുക്കന്റെ സ്വഭാവം അറിയാലോ, തിരിച്ചും പറയുന്നുണ്ട്. ഇങ്ങനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവനെ വെള്ളത്തിലേക്ക് മുക്കി പിടിക്കുന്നു. ബോഡിഗാർഡ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുതലാളിയല്ലേ, കൂടുതലോ പറ്റത്തില്ലല്ലോ. താന്തായി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലാണ് ആ ചെറുക്കൻ നിൽക്കുന്നത്. ഏകദേശം താന്തായിന്റെ ബോധം പോവാറാവുന്ന സമയത്താണ് തത്തേപ്പ് അവന്റെ അടുത്ത് നിന്ന് കൈവിടുന്നത്. ബോഡിഗാർഡ് പെട്ടെന്ന് തന്നെ അവനെ വെള്ളത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. തത്തേപ്പാണെങ്കിൽ രണ്ടുപേരും യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് കുറെ വഴക്കുറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. കൂടെ തന്നെ ബോഡിഗാർഡിനെ ചവിട്ടുന്നുണ്ട്, നന്നായിട്ട് വഴക്കും പറയുന്നുണ്ട്. ബോഡിഗാർഡ് ആണെങ്കിൽ താന്തായിനെയാണ് നോക്കുന്നത്. അവനാണെങ്കിൽ എന്തിനാ എന്നെ രക്ഷിക്കാൻ നിന്നത്, കൊല്ലാൻ വിടത്തില്ലായിരുന്നു എന്ന് ചോദിച്ച ഭയങ്കര ഫീൽ ആയിട്ട് നിൽക്കുവാണ്. ബോഡിഗാർഡാണെങ്കിൽ അതിന് മേലെ ഫീൽ ചെയ്യുവാണ്. ഇവിടെ ചാന്റെ അസിസ്റ്റന്റ്, ടിന്ന്, മുത്തശ്ശി, നാമ, ഐഫോൺ അടക്കം എല്ലാരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാണ്. അവനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇറങ്ങിയിരുന്ന സമയത്ത് ടിന്ന് നാമിന്റെ അടുത്തും ഐഫോണിന്റെ അടുത്തും മുത്തശ്ശിനെ കൂട്ടിയിട്ട് പൊക്കോളാൻ പറയാണ്. എന്തു പറ്റിയെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും ചിരിച്ചോണ്ട് ഒന്നുമില്ലെന്ന് ടിന്ന്. മുത്തശ്ശിക്ക് അതങ്ങ് സാറ്റിസ്ഫൈ ആവുന്നില്ല. എന്നാൽ ഐഫോണും നാമും കൂടെ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശിനെ അവിടുന്ന് കൊണ്ടുപോവാണ്. ചാൻ അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്തും പൊക്കോളാൻ പറയുന്നു. അവനോർച്ച മടിയുണ്ട്, എന്നാലും ചാൻ പറയുമ്പം അവിടുന്ന് പോകുന്നുണ്ട്. അകത്ത് പോയിട്ട് ഡ്രിങ്ക്സ് എടുക്കട്ടെ എന്ന് ചാന് വേണ്ടെന്ന് കുറച്ച് ടെററായിട്ടാണ് നമ്മുടെ ചിക്കൻ പറയുന്നത്. ആ വീടത്തെ കാര്യം നമുക്ക് ന്യൂസ് ആക്കിയാലോ, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല അറ്റൻഷൻ കിട്ടുന്നൊക്കെ ഭയങ്കര ടെററായിട്ടുള്ള ഫേസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടിന്ന് പറയുന്നത്. പോലീസിന്റെ അടുത്ത് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ ന്യൂസ് ആവും എന്നൊക്കെ. അത് ചാനിന് ഇഷ്ടമാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും വേണ്ടെന്നാണ് ചാൻ പറയുന്നത്. നിനക്ക് എന്റെ ബാഡ് ഹാബിറ്റ്സ് കിട്ടിയോന്നൊക്കെ ഭയങ്കര തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്. ടിന്നിന് മനസ്സിലാവുന്നുണ്ട് ചാനാണ് അത് ചെയ്തതെന്ന്. എന്നിട്ട് താന്തായിനെ ഫ്രെയിം ചെയ്തു. പക്ഷെ ഇത് പോലീസിന്റെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലേ ഇത് അവരല്ല ചെയ്തതെന്ന്. അതുകൊണ്ടാണ് പോലീസിന്റെ അടുത്ത് പറയണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ടിന്ന് പറയുന്നത്. സംഭവം ശരിയാണ്. ചാൻ മായിന്റെ അടുത്ത് പോയിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. വേറെ നല്ല താന്തായിന്റെ അടുത്ത് അവന്റെ കയ്യിലുള്ള റിങ് അവൻ അറിയാതെ ഊരിയെടുക്കുക. പറഞ്ഞതുപോലെ തന്നെ മായും ചെയ്യുന്നുണ്ട്. അത് ചാനിന് കൊണ്ടേയും കൊടുക്കുന്നു. ചാൻ തന്നെയാണ് ടിന്നിന്റെ വീടിന് തീ വെച്ചതും. മുത്തശ്ശിക്ക് അല്ലെങ്കിൽ ടിന്നിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ അത് അണച്ചതും. അതുകൊണ്ടാണ് നമ്മുടെ ചെക്കന്മാരെ അവിടെ കണ്ടത്. ആ ഒരു റിങ്ങിട്ടതടക്കം എല്ലാം ചെയ്തത് നമ്മുടെ ചാനാണ്. പിന്നെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ചാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചാൻ ഇത് ചെയ്തത് മുത്തശ്ശിനെയും ടിന്നിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ചാൻ ഇങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മുത്തശ്ശിക്കും ടിന്നിനും വലിയ ഭീഷണിയാണ് തത്തേപ്പും താന്തായും. നീ നിന്റെ റിവെഞ്ചിന് വേണ്ടി ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയാ ചെയ്തെന്ന് പറയണ്ടെന്നാണ് ടിന്ന് ഭയങ്കര ദേഷ്യത്തില് പറയുന്നത്. റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് മാത്രമാണ് മുത്തശ്ശിനെയും ടിന്നിനെയും ചാൻ കാണുന്നേന്ന്. ഇത് കേട്ടിട്ട് പവൻചക്കന്റെ മനസ്സങ്ങ് ഉടഞ്ഞുവാണ്. ഭയങ്കര വിഷമത്തില് കണ്ണൊക്കെ നിറഞ്ഞ രീതിക്ക് നിനക്ക് എന്റെ കൈൻഡ്നെസ് ഒന്നും കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കാണ്. ഇല്ല, പറ്റുന്നില്ല, തുടക്കം മുതലേ തന്നെ പറ്റുന്നില്ല. ഇത് ചെയ്യുന്നതിന് മുന്നേ നീ മുത്തശ്ശിനെ കുറിച്ച് ആലോചിച്ചോ? ഇത് വല്ലതും കള്ളമാണെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊല്ലും, നീ അതാലോചിച്ചോ എന്നൊക്കെ ടിന്നു പറയുമ്പം അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചാൻ ഭയങ്കര വിഷമത്തില് ചോദിക്കാണ്. എന്ത് വേണേ ചെയ്തോ, ഇങ്ങനെ ഡേർട്ടി ട്രിക്സ് ഉപയോഗിക്കുന്നത് നിർത്ത്, വേറെന്തെങ്കിലും ചെയ്തോ എന്നറിയാണ്. ഈ ലോകം ഇങ്ങനെയാണ്, സൊസൈറ്റി ഈ രീതിക്കാണ് വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊക്കെ ചാൻ പറയുന്ന നേരത്ത് ഇങ്ങനെ എല്ലാരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം നശിക്കത്തേ ഉള്ളൂ എന്നാണ് ടിൻ അറിയുന്നത്. നീ ലോകത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് മുന്നേ നിന്നെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചാൻ ചോദിക്കാണ്. ടിന്നിന് അതിന് മറുപടിയില്ല. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നീ പവർലെസ്സും വീക്കും ആണ്, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ നിന്റെ നീസിന് ജസ്റ്റിസും കിട്ടാൻ പോകുന്നില്ല. നീ വെറുതെ സ്വപ്നം കാണാൻ മാത്രമാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ചാൻ പറയുന്നത്. ടിന്നിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണുള്ളത്. ചാനാണെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞ ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നേരെ റോസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവക്ക് മനസ്സിലാവുന്നുണ്ട് ഇവ നല്ല വറീഡാണെന്ന്. ടിന്നിനെ കുറിച്ചാണോ എന്ന് ചോദിക്കുമ്പം അല്ലെന്ന് പെട്ടെന്ന് തന്നെ അറിയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് ടിന്നിനെ കുറിച്ച് തന്നെയാണെന്ന്. ആ ഫയറിന്റെ പ്രശ്നം കാരണം ടിന്നിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തായാലും ഞാനത് ചെയ്തിട്ട് ഫെയിൽ ആയെന്നില്ലല്ലോ, പിന്നെ എന്തിനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെയാണ് ചാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ പോയിന്റ് ആലോചിക്കുമ്പം അതും ശരിയാണ്. നീ കുറെ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്,
ടിന്നിന് മുത്തശ്ശിയുണ്ട്, അവന്റെ നീസ് മരിച്ചു. അപ്പൊ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള കാര്യം അവനെ ചിന്തിക്കണം. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെയാണ് റോസ് പറയുന്നത്. നീ നിന്റെ അമ്മേന്റെ കൂടെ നിൽക്കുമ്പോഴുള്ള സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും നീയും ടിന്നിനെ പോലെ തന്നെയായിരിക്കും ഇപ്പൊ ചിന്തിക്കാന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ അവന്റെ അടുത്ത് ഇങ്ങനെ പോഷലായിട്ട് നിൽക്കുന്നത്? നിനക്ക് അവനെ വല്ല അറിയോന്ന് ചാന് റോസിന്റെ അടുത്ത് ചോദിക്കാണ്. അറിയത്തൊന്നുമില്ല, പക്ഷെ നീ ഇങ്ങനെ പറയും തോറും എനിക്ക് ആ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാണ്, കാണുന്നുണ്ട് എന്ന് റോസ്. ഇത്രയും വലിയൊരു ലോയറെ ടെംപ്റ്റ് ചെയ്യാനും മാത്രം കഴിവുള്ള ഒരാളെ കണ്ടത് തന്നെയാണല്ലോ. ചാനാണെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് കുടിക്കാന്ന് പറയാണ്. റോസ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് മതി നിർത്തുന്ന ചാന്. പിന്നെ റോസ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ടിന്നിന്റെ അടുത്ത് ചാനിനുള്ള ഫീലിങ്സ് ഓരോ ടൈമും ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടിന്ന് ടോണിന്റെ ഫോട്ടോയിൽ നോക്കിയാണ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റില്ല, നിന്റെ നീസിന് വേണ്ടിയിട്ട് നീതിയും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, നീ പവർലെസ്സും വീക്കും ആണ് എന്ന് ചാൻ പറഞ്ഞതാണ് നമ്മുടെ സെക്കൻഡ് മൺഡേ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചാൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം ആകെപ്പാടെ ഫീൽ ചെയ്തിരിക്കുന്നത്.